ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഏകദേശം ഒരു 20,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ ഭൂമിയിൽ പ്രത്യേകതരം ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്നു. മാമത്തുകൾ എന്ന വലിയ ആനകൾ, സേബർ ടൂത്ത് എന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം പുലി. അന്ന് ആ ഒരു കാലഘട്ടത്തിലെല്ലാം മനുഷ്യര് ഗോത്രങ്ങളായിട്ട് ഈ മൃഗങ്ങളെ വേട്ടയാടിയിട്ടാണ് ജീവിച്ചിരുന്നത്. വർഷത്തില് ഒരു 3 മാസം മാത്രമേ ഇവർക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ഗോത്രത്തിലെ കുറച്ച് ആളുകൾ ഒരു വേട്ടയ്ക്ക് പോവാണ്. പിന്നീട് വലിയ കാട്ടുപോത്തുകളെ പിടിക്കാൻ നോക്കുന്നതിനിടയിൽ വെച്ചിട്ട് ഗോത്രതലവന്റെ മകനായിട്ടുള്ള കേടയ്ക്ക് ഒരു അപകടം സംഭവിച്ച് ഒരു മലഞ്ചെരിവിലേക്ക് അവൻ വീഴാണ്. അവൻ മരിച്ചു എന്ന് കരുതി ഇവരെല്ലാവരും തിരിച്ചു പോണ്. എന്നാൽ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാഹസികമായിട്ട് അവൻ രക്ഷപ്പെടുകയാണ്. അവൻ തിരിച്ച് അവന്റെ ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ഒരു വലിയ യാത്ര തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് അവന് കൂട്ടായിട്ട് ഒരു ചെന്നായം കിട്ടുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു എന്താ പറയാ സാഹസികവും എമോഷണലും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു അടിപൊളി ജേണി. സോ ആ ഒരു ഫീല് അത് അതുപോലെ തന്നെ ത്രില്ലിങ്ങിലും ആ ഇമോഷണലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. സോ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകല്ലേ, ശരിക്കും കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തില് കുറച്ച് ആളുകള് ഒരു പുൽമൈതാനത്തിലൂടെ അങ്ങനെ പതിയെ പതുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. അവരെ കണ്ടാലറിയാം ഏതോ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും നല്ല കരുത്തരായ പുരുഷന്മാരുമാണ്. ഇവരിങ്ങനെ ആ ഒരു പുൽമൈതാനത്തിലൂടെ പതിയെ പോകുന്നില്ലേ, ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് വലിയ കാട്ടിപ്പോത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള പോത്തുകളെ കാണാൻ ഒരു സാധ്യതയില്ല. ഇങ്ങനെയുള്ള പോത്തുകളൊന്നും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഗടിയന്മാരായിട്ടുള്ള അതുപോലുള്ള കാട്ടുപോത്തുകൾ ആ പുൽമൈതാനത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവറ്റകളെ വേട്ടയാടാനാണ് ഈ കൂട്ടർ ഇങ്ങനെ പതുങ്ങി വരുന്നത്. അവരുടെ നടുവിലായിട്ട് തന്നെ അവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ഗോത്ര തലവനായിട്ടുള്ള താവുണ്ട്. എല്ലാവരും അവരുടേതായ ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. പതിയെ ശബ്ദമുണ്ടാക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തിന്റെ കയ്യിലൂടെ ഒരു കട്ടുറുമ്പ് അങ്ങനെ പോവാണ്. കടിയേറ്റാൽ നല്ല വേദനിക്കുന്ന ജാതിയാ. ഇവൻ എന്താ ചെയ്യുന്നേ, ആ ഒരു ഉറുമ്പിനെ വായിലാക്കിയിട്ട് ചവച്ച് തിന്നാണ്. സോ ആ രീതിയിലുള്ള കാടൻ മനുഷ്യരാണ് ഇവര്. ഇപ്പൊ പതുങ്ങിയിരിക്കുന്ന ഈ താവു, അയാളുടെ അടുത്ത് തന്നെ മകനായിട്ടുള്ള കേടയുണ്ട്. കേട ഒരു ചെറിയ ചെറുക്കനാണ് കേട്ടോ. അപ്പൊ അവനോട് ഭയക്കരുത്, എല്ലാത്തിനും തയ്യാറായി നിന്നോന്ന് പറയാണ്. സോ അവസാനം ആ ഒരു സമയം വന്നു. ഇപ്പൊ മൂപ്പൻ പറയാണ് എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നത്. അങ്ങനെ ആയുധങ്ങളുമായിട്ട് എല്ലാ ആളുകളും, ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യവാന്മാരാണ് എല്ലാവരും, ചാടി എഴുന്നേറ്റ് ആ കാട്ടുപോത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് ഇവരങ്ങനെ ഓട്ടിപ്പാഞ്ഞു പോവാണ്. ഈ ശബ്ദം കേട്ട് ദേഷ്യം വന്ന കാട്ടുപോത്തുകളോ ഇവന്മാരെ കുത്തി മലത്താനായിട്ട് ഇവരുടെ നേർക്ക് പാഞ്ഞു വരികയാണ്. എന്നാൽ ആ വരുന്ന കാട്ടുപോത്തുകളുടെ വേഗതയും അവറ്റകളുടെ ആ ആരോഗ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ തൊട്ടു മുന്നിൽ നിൽക്കുന്ന മനുഷ്യരൊന്നും അവറ്റകൾക്കൊന്നുമല്ലാന്ന്. പിന്നെ എന്ത് ധൈര്യത്തില ഈ വേട്ടക്കാരി ഈ കുന്തവുമായിട്ട് കാട്ടുപോത്തിന് നേരെ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാച്ചിലിനിടയിൽ അവരുടെ ആ ഒരു കുന്തം വെച്ച് ഒരേറ്റ ഏറിയാണ്. എന്നാൽ കാട്ടുപോത്തിനിട്ടല്ല ഇവരുടെ ആ ഒരു കുന്തം എറിയുന്നത്. കറക്റ്റ് വരിയായിട്ട് ഇവരുടെ കുന്തം പോയിട്ട് ആ ചെളിയിൽ അങ്ങനെ കുത്തി നിൽക്കുകയാണ്, ഒരു വേലി കെട്ടിയതുപോലെ. ഇത് തൊട്ടു മുന്നിൽ വന്നതും ഈ ഒരു കാട്ടുപോത്തുകൾ ഇത് കണ്ട് ഭയന്ന് അവറ്റകളുടെ ദിശ മാറ്റുകയാണ്, ചെരിഞ്ഞോടുന്നുണ്ട്. ആ സമയത്തും മനുഷ്യർ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഇവരുടെ പിന്നാലെ പോവാണ്. ആകെ വിരളി പിടിച്ചു പോയ ഈ കാട്ടുപോത്തുകൾ പിന്നീട് വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. വേഗത്തിൽ ഓടിയത് കൊണ്ട് തന്നെ ഇവറ്റകൾ നിൽക്കുന്നത് ഒരു മലയുടെ അഗ്രഭാഗത്തായിരുന്നു. സോ എല്ലാം കൂടി ആ ഒരു കൊക്കയിലേക്ക് ഇതിങ്ങനെ തകിടം മറിഞ്ഞ് വീഴാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്ന് ആ കൂട്ടത്തിൽ ഒരു തലവൻ ഉണ്ടാവുമല്ലോ, അതായത് മൃഗങ്ങളുടെ ആ ഒരു തലവന്. അതിന്റെ കൂട്ടത്തിൽ അത് മാത്രം ബാക്കിയായി, ബാക്കിയെല്ലാം താഴേക്ക് വീണ് ചാവുകയാണ്. ഇവൻ മാത്രം ബാക്കിയായി. സോ തന്റെ കൂട്ടക്കാരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ മനുഷ്യരോട് അവനൊരു പ്രതികാരം പകയൊക്കെ ഉണ്ടാവില്ലേ, അവൻ ചാടാതെ അവന്റെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മനുഷ്യർക്ക് നേരെ അങ്ങ് നിൽക്കണം ആ കാട്ടുപോത്ത്. എന്നിട്ടൊരു വരുത്തുണ്ട്, എന്താ പറയാ, റോക്കറ്റ് എഞ്ചിൻ വെച്ച പോലെ അമ്മാതിരി ഒരു വേഗത്തിലാണ്. നല്ല വേഗതയും അതുപോലെ തന്നെ ആരോഗ്യമുള്ള വേട്ടക്കാരി ഇതിൽ നിന്നും വേഗം തന്നെ ഒഴിഞ്ഞു മാറി. എന്നാൽ ഈ വേട്ടക്ക് ആദ്യമായിട്ട് വന്ന നമ്മുടെ ചെറുക്കൻ, അതായത് ഈ കൂട്ടത്തിന്റെ നേതാവായിട്ടുള്ള താവിന്റെ മകനായിട്ടുള്ള കേട, ആ പാവം ചെറുക്കൻ ഈ കാട്ടുപോത്തിന് മുന്നിൽ പെട്ടുപോയി. അതാണെങ്കിലോ ഉള്ള ദേഷ്യം മുഴുവൻ നമ്മുടെ ചെറുക്കന്റെ ദേഹത്ത് തീർക്കുകയാണ്. ഒരു വട്ടം ഒരു കുത്തുകുത്തും തെറിച്ചു പോയി വീഴും നമ്മുടെ കേട. അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും കേടയെ കുത്തി മലത്തിയിടുകയാണ്. കാരണം അതിന്റെ ആ ഒരു ദേഷ്യം തീരുന്നത് വരെ അതിട്ട് കുത്തുകയാണ് കേട്ടോ. ഒടുവില് കേടയുടെ ആ ഒരു വസ്ത്രം ഈ കാട്ടുപോത്തിന്റെ കൊമ്പിൽ കുരുങ്ങി പോവാണ്. അങ്ങനെ ഈ കാട്ടുപോത്ത് കേടയുമായിട്ട് എടുത്ത് ചാടാനായിട്ട് ആ ഒരു കൊക്കയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കേടയുടെ അച്ഛൻ താവുണ്ടല്ലോ, ഒരു കുന്തം വെച്ച് കാട്ടുപോത്തിനിട്ട് ഒരു ഏറ്റ ഏറിയാണ്. ആ വേദനയിൽ കാട്ടുപോത്ത് ഒന്ന് കിടന്ന് പെട്ടയ്ക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അതിന്റെ കൊമ്പിൽ കോർത്ത് കിടന്നിരുന്ന നമ്മുടെ കേടയാണെങ്കിലോ ആ കൊക്കയുടെ ആ ഒരു മുകളിലേക്ക് തെറിച്ചു പോയിട്ട് വായുവിൽ കിടന്ന് അങ്ങനെ കറങ്ങുകയാണ്. പിന്നീട് അവൻ നിലത്തേക്ക് വീണോ ഇല്ലയോ, രക്ഷപ്പെട്ടോ മരിച്ചോ ഒന്നും കാണിക്കുന്നില്ല. ഇതിന് പകരം ഒരാഴ്ച പിന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഇവരെ കാരാ, എവിടുന്നാ വന്നത്, എന്തിനാ വന്നത് എന്നൊക്കെ കാണിക്കുകയാണ്. അപ്പൊ ആ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാഴ്ച മുന്നത്തേക്ക് പോയി എന്ന് പറയില്ലേ, അവിടെ ഇപ്പോ ഈ ഒരു ഗോത്രവർഗത്തിന്റെ ആ ഒരു ഗ്രാമം കാണിക്കുകയാണ്. ചെറിയ വീടുകള്, കുടിലുകള്, ഇതെല്ലാം കെട്ടിയാണ് അവരവിടെ താമസിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും ലീഡറാണ് താവു. ഇപ്പൊ ഈ കൂട്ടത്തിൽ വളർന്ന് വലുതാവുന്ന ടീനേജ് ആയിട്ടുള്ള പിള്ളേരുണ്ടാവുമല്ലോ, ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു കല്ല് കൊടുത്തിട്ട് നല്ല ഷാർപ്പായിട്ട് കുന്തത്തിന്റെ അഗ്രത്തിൽ വെക്കാൻ പാകത്തിൽ ഇവരോട് ഉണ്ടാക്കാൻ വേണ്ടി പറയണം. അതൊരു പരീക്ഷയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ എല്ലാവരുടെ കയ്യിലും ആ ആയുധം പോയിട്ട് ചെക്ക്
ചെക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാരൊന്നും വൃത്തിയിൽ ചെയ്തിട്ടുണ്ടാവുക, ആ ടെസ്റ്റിൽ അവർ തോറ്റുപോകണം. ഇപ്പൊ താവു അവന്റെ മകന്റെ കയ്യിലുണ്ടായിരുന്ന അവൻ ചെയ്ത ആയുധം നോക്കുന്ന സമയത്ത് അതിന്റെ അഗ്രഭാഗം നല്ല ഷാർപ്പായിരുന്നു. കൈ തട്ടിയതും മുറിഞ്ഞ് ചോരി വരികയാണ്, അത്രയും ഷാർപ്പ്. അതുകൊണ്ട് തന്നെ താവുവിന്റെ മകനായിട്ടുള്ള കേട പിന്നെ വേറൊരു പയ്യൻ ഇവര് രണ്ടുപേരും സെലക്ട് ആവുകയാണ്. ഇങ്ങനെ സെലക്ട് ആയ ആൾക്കാർ ഇവരെന്താ ചെയ്യുക, ഇവർ വേട്ടയ്ക്ക് പോകുമ്പോൾ ഇവരുടെ കൂടെ കൊണ്ടുപോകും. വേട്ട ആടാനായിട്ട് ഇവരെ പഠിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് കേടയുടെ അമ്മ റോ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്തേക്ക് ഭർത്താവായിട്ടുള്ള താവു പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത ചടങ്ങ് നടക്കാൻ വേണ്ടി പോവാ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടാൾക്കാർ വിജയിച്ചെന്ന് പറഞ്ഞല്ലേ, ഈ രണ്ടാൾക്കാർ കേടയും മറ്റേ പയ്യനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരുണയില്ലാതെ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ആ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കേടയുടെ അമ്മ റോവിന് എന്തോ പോലെ ആവുകയാണ്. അങ്ങനെ രണ്ടെണ്ണം അടിച്ച് ഒരു പരുവായ സമയത്ത് താവു പറയണേ നിർത്തിക്കുവന്ന്. ഇപ്പൊ നേരെ താവു കേടയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നമ്മൾ പോകുന്നത് വേട്ടയ്ക്കാണ്. ആ സമയത്ത് ഇതിനേക്കാൾ വലിയ വേദനകൾ അനുഭവിക്കേണ്ടി വരും. സോ അതിപ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷ ഇവിടെ വെച്ച് നടത്തിയത്. മാത്രമല്ല ഈ ധൈര്യം എന്ന് പറയുന്ന കാര്യമൊന്നും അത് ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമല്ല. അത് നമ്മുടെ ലൈഫിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. സോ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേഗം പഠിക്കുക. എന്നെ പോലെ തന്നെ നാളെ ഒരു ലീഡർ ആവാൻ പാകത്തിന് നീയും വളരുക. അങ്ങനെ എങ്ങനെ നല്ലൊരു ലീഡർ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ താവു കേടക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നാളെയാണ് എല്ലാവരും ഒരു കൂട്ടമായിട്ട് വേട്ടയ്ക്ക് പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് രാത്രിയായപ്പോൾ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്. ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇപ്പൊ താവു ഭാര്യയായിട്ടുള്ള റോ അവരുടെ ആ ഒരു കുടിലേക്ക് പോവാണ്. ഇപ്പൊ റോ പറയാണ് അവനെ കൊണ്ടുപോകണോ വേട്ടയ്ക്ക്, അതിനൊക്കെയുള്ള പ്രാപ്തി അവനായിട്ടുണ്ടോ. എപ്പോഴും അവൻ ആയുധം വെച്ചല്ല കളിക്കാറ്. അവന്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ എന്ന് കേടയെ കുറിച്ച് അവന്റെ അമ്മ പറയാണ്. എന്നാൽ താവു പറയാണ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ നമ്മുടെ മകനാണ്. അവൻ ഈ കാര്യമെല്ലാം പഠിക്കണം. നാളെ നമ്മുടെ ഗോത്രത്തിനെ നയിക്കേണ്ടത് അവനാണ്. നീ നോക്കിക്കോ, അവൻ നല്ലൊരു ഉഗ്രൻ വേട്ടക്കാരനാവും. അതുപോലെ തന്നെ എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു മനസ്സും അവനുണ്ടാവും. നീ നോക്കിക്കോ. അങ്ങനെ ഭാര്യ ഇപ്പൊ താവു പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും, അതായത് എല്ലാ ആൾക്കാരും ഒന്നുമല്ല, ആ കൂട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള നല്ല സ്കില്ലുള്ള ഒരു 10-15 പേര് വേട്ടക്കായിട്ട് ഇറങ്ങാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ കേടയുണ്ട്. പോകുന്നതിന് മുന്നേ ആയിട്ട് കേട അമ്മയുടെ അടുത്തേക്ക് ചെന്ന് യാത്രയെല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്തോ ഇവർക്കൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നുകയാണ്. കാരണം ഈ വേട്ടയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത്ര നിസാര കാര്യമല്ല. എപ്പോഴും രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന ഒരു പരിപാടിയല്ല ഇത്. അവർ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമറ്റിൽ എപ്പോഴും ഇത് പറ്റില്ല. വർഷത്തിൽ ഒരു 3 മാസം മാത്രമേ ഇതുപോലെ വേട്ടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഈ വേട്ട കൊണ്ട് തന്നെ വർഷത്തിൽ ബാക്കിയുള്ള ദിവസത്തേക്ക് ജീവിക്കാനുള്ള ആ ഒരു എന്താ പറയാ ആഹാരം മുഴുവൻ ഇവർ കണ്ടെത്തി എടുത്തു വെക്കണം. കാരണം എന്താ, ബാക്കിയുള്ള മാസങ്ങളിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ക്ലൈമറ്റ് ആ രീതിയിൽ മാറും. നല്ല തണുപ്പായിരിക്കും, ശൈത്യകാലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈ വേട്ടയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ദൂരത്തേക്കൊന്നും ആയിരിക്കില്ല. ഒരുപാട് വലിയ ദൂരത്തിലേക്കായിരിക്കും. മലകൾ താണ്ടി, ഒരുപാട് വലിയ നദികൾ താണ്ടി, വലിയ വലിയ മൈതാനങ്ങൾ താണ്ടി ഇവരുടെ ആ ഒരു യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് എല്ലാവരും ഒരു ഭാഗത്ത് ഇന്ന് ഇവിടെ നിൽക്കാന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് രാത്രിയിൽ തീ കൂട്ടാൻ തീപ്പെട്ടിയോ ലൈറ്ററോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അത് ഇവർ തന്നെ കല്ലിലും മരത്തിലൊക്കെ ഉരച്ചുണ്ടാക്കണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കേടയെ താവു കാണിച്ചു കൊടുക്കുകയാണ്. താവു ഇപ്പൊ അതുപോലെ ചെയ്ത് തീ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കേട അതുപോലെ ചെയ്യാൻ നോക്കിയിട്ട് അവൻ ആ ഒരു തീയൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ചെറുകൻ തുടങ്ങിയിട്ടല്ലോ, പയ്യെ പയ്യെ പഠിച്ചോളും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവരുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഈ കല്ലുകൾ മേലേക്ക് അടുക്കി വെച്ചത് കാണുകയാണ്. ഇവർക്ക് മുന്നുണ്ടായിരുന്ന വേട്ടക്കാർ ചെയ്താണിത്. എന്തായാലും ഇത് താണ്ടിക്കൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വേറൊരു ഗോത്രത്തിലെ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കേടക്ക് പേടിയാവാണ്. ഇവര് തമ്മിൽ ഇനി അടിയുണ്ടാവോ എന്നുള്ള ആ ഒരു ഭയം കാരണം അവനങ്ങനെ നിൽക്കുമ്പോൾ ഈ താവുവിന്റെ അടുത്തേക്ക് മറ്റേ ലീഡർ വന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അങ്ങനെ നോക്കുകയാണ്. പിന്നീട് പെട്ടെന്ന് ചിരിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതായത് വേട്ടയാടുന്ന ആ ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ചാണ് വേട്ടക്ക് പോവുക. എന്തായാലും ഇപ്പൊ താവു അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കേടയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ഇപ്പൊ വന്ന ആ ഒരു തലവൻ പറയാണ്, എന്റെ മകൻ കഴിഞ്ഞ ആ ഒരു തണുപ്പ് കാലത്ത് മരണപ്പെട്ടു പോയി. എന്റെ മകൻ മാത്രമല്ല, ഞങ്ങളുടെ ഗോത്രത്തിലെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ മരണപ്പെട്ടു പോയി. എന്തായാലും നിന്റെ മകനെങ്കിലും നല്ല ഉഷാറായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആശംസയും കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും നേരെ വീണ്ടും ആ ഒരു വേട്ടക്കായിട്ട് ആ മൈതാനത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ വീണ്ടും ഇതുപോലെ ഒരുപാട് കല്ലുകൾ കൊത്തനെ അടുക്കി വെച്ചത് കാണുകയാണ്. ഇവർക്ക് മുന്നേ ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്ന വേട്ടക്കാരാണ് ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് പോകുന്നത്. അതായത് കറക്റ്റായിട്ട് ആ ഒരു ദിശ മനസ്സിലാവാനായിട്ട്. അതിൽ തന്നെ ഇവരുടെ കൈയടയാളം പതിച്ചിട്ടുണ്ടാകും. അതായത് ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്കുള്ള കൈയടയാളാണ് അതിൽ പതിച്ചിട്ടുണ്ടാവുക. അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോയി അവസാനം ഇവർക്ക് വിശക്കാനും തുടങ്ങി. രാത്രിയായി. അപ്പൊ കഴിക്കാനായിട്ട് ഒരു കാട്ടുപന്നിയെ തൽക്കാലത്തേക്ക് ഇവർ വേട്ടയാടി പിടിക്കുകയാണ്. അപ്പൊ ആ ഒരു വീണ് എടുക്കുന്ന പന്നിയുടെ കഴുത്തറുത്ത് അതിനെ കൊല്ലാൻ വേണ്ടി താവു കേടയോട് പറയാണ്. ഒരു കത്തിയുമായിട്ട് കേട അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അതിനെ അറുക്കാനായിട്ട് അവന് മനസ്സ് വരുന്നില്ല. അതായത് അവന്റെ അമ്മ പറഞ്ഞല്ലോ, ആയുധം ഉപയോഗിക്കുന്നതിലൊക്കെ കേട നല്ല അഗ്രഗണ്യനാണ്. പക്ഷേ അവന്റെ മനസ്സ് എല്ലാ കാര്യത്തിനും അങ്ങ് ഓക്കെ ആയിട്ട് വരുന്നില്ല. ദാ ഈ പറഞ്ഞ കാര്യം തന്നെ, പന്നിയുടെ കഴുത്തറക്കാൻ പറഞ്ഞപ്പോ അവനെന്തോ മനസ്സ് വരുന്നില്ല. പിന്നീട് അച്ഛന്റെ നിർബന്ധപ്രകാരം നമ്മുടെ കേടയും അവന്റെ കൂടെ തന്നെ സെലക്ടായി ഈ ടീമിലേക്ക് വന്ന ആ ഒരു പയ്യൻ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു പന്നിയുടെ കഴുത്തറുത്ത് അതിനെ കൊന്നുകളയാണ്. ഇതിനുശേഷം കേടയെ വിളിച്ചിട്ട് അവന്റെ അച്ഛൻ താവു പറയാണ്, മോനെ ഇതിനിങ്ങനെ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല, കരുണ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, കുറെ നാൾ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മരിച്ചു പോകും. നമ്മൾ മണ്ണിലാവും. ആ മണ്ണ് നമ്മളെ തിന്നാൻ തുടങ്ങും.
ആ പുഴുക്കള് നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയും. ആ പുഴുക്കളെ തന്നെയല്ലേ ഈ പന്നികൾ തിന്നുന്നത്. അതായത് ഇത് പ്രകൃതിയുടെ ഒരു ചക്രം പോലെയാണ്. അതിൽ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ രാത്രി ഇവർ പിടിച്ച ആ ഒരു പന്നിയെ അതിനെ വലിച്ചു കീറിയിട്ട് ഇറച്ചികളാക്കിയിട്ട് നല്ല തീയിലെല്ലാം ചുട്ടെടുത്ത് അതിനിവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇരുട്ടിൽ നിന്നും എന്തൊക്കെയോ ചില ഗർജനങ്ങൾ കേൾക്കുന്നത്. കേട്ട വാർഡ് തന്നെ ആയുധങ്ങളെടുത്ത് തയ്യാറാവാൻ വേണ്ടി ഇവരുടെ ലീഡർ താവു പറയാണ്. ഇന്ന് ആയുധങ്ങളുമായിട്ട് ഇവർ ഇരുട്ടിലേക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒന്നിനെ കാണുന്നില്ല. ചിലപ്പോ അത് വന്ന് പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഇവർ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ശ്രദ്ധ പോയി ഇവരുടെ. എന്നാൽ ആ സമയം നോക്കി ഇവരുടെ ഇടയിലേക്ക് ചാടി വന്ന ഒരു കരിമ്പുലി കേടയുടെ കൂടെ സെലക്ട് ചെയ്യപ്പെട്ട് ഈ ടീമിലേക്ക് വന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ, അവനെ കടിച്ചു വലിച്ചുകൊണ്ട് ഇരുട്ടത്തേക്ക് കരിമ്പുലി അങ്ങ് പോവുകയാണ്. ആ പുലിയുടെ കയ്യിൽ നിന്നും പാവം പയ്യനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവർക്ക് പറ്റിയില്ല. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെയായി നോക്കുമ്പോൾ ആ പയ്യന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവർക്ക് കിട്ടിയുള്ളൂ. മരിച്ചുപോയ ആ ഒരു പയ്യന് വേണ്ടി ചില ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. വലിയ വലിയ മലകൾ താണ്ടി ഇപ്പൊ വലിയ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ഏത് മൃഗം വേണമെങ്കിലും ഇവരെ ആക്രമിക്കാം. സോ ജാഗരൂപരായിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ ഈ പോകുന്ന വഴികളൊക്കെ വളരെ വേഗത്തിൽ നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. യാത്രയുടെ ഇടയിൽ ഇവർക്ക് തങ്ങാനായിട്ട് പഴയ പഴയ ഗുഹകള്, കല്ലിന്റെ ഓട്ടകളൊക്കെ കാണും. സോ അങ്ങനെ ഒരു ഗുഹ കണ്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇവരിന്ന് രാത്രി കയറിയിരിക്കുകയാണ്. ആ സമയത്ത് കേടയുടെ കയ്യിൽ താവു അവന്റെ അച്ഛൻ ചില എന്താ പറയാ പുള്ളിക്കുത്തുകളൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളുണ്ടല്ലോ, അതിന്റെ ആ ഒരു ദിശ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് ചുമ്മാ അങ്ങനെ വരച്ചു കൊടുക്കുന്നൊന്നുമല്ല. ഇതെന്തിനാണെന്ന് താവു കേടയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി എങ്ങാനും ഈ കൂട്ടത്തിൽ നിന്നും നീ വഴിതെറ്റി ഒറ്റയ്ക്കാവുകയാണെങ്കിൽ കയ്യിൽ വരച്ച ഈ നക്ഷത്രങ്ങളുണ്ടല്ലോ അത് ആകാശത്തിലേക്ക് നോക്കുക. അതേ നക്ഷത്രങ്ങളെ കാണുകയാണെങ്കിൽ അത് പോകുന്ന അല്ലെങ്കിൽ അതുള്ള ആ ഒരു ദിശയിലേക്ക് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഗോത്രം, അതായത് നമ്മുടെ ആൾക്കാരൊക്കെ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് നിനക്ക് എത്തിപ്പെടാൻ പറ്റും. അതായത് ഇവർക്കെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ ദിശ അറിയാനുള്ള ഒരു ടെക്നിക്കായിരുന്നു അത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി ഇവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പോകുന്ന സമയത്ത് ഇവർ തേടി വന്ന പോത്തുകളുടെ ആ ഒരു ചാണകം കാണുകയാണ്. അത് മണത്ത് നോക്കി ഇവർക്ക് മനസ്സിലായി ഇവർക്ക് വേട്ടയാടേണ്ട മൃഗം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ വാരി ഇവരുടെ ദേഹത്ത് പുരട്ടുകയാണ്. പിന്നീട് ആ ഒരു മൈതാനത്തിലൂടെ പതിയെ പതിയെ പതുങ്ങി പോവുകയാണ്. ഇതാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. പിന്നീട് എന്താ സംഭവിച്ചത്? ആ പോത്തുകളെ മുഴുവൻ ഇവര് ഭയപ്പെടുത്തുകയാണ്. അവസാനം ഇവറ്റകളെ ആ ഒരു കൊക്കയിലേക്ക് തള്ളിയിടുന്നുണ്ട്. അതിലൊരുത്തൻ വന്നിട്ട് നമ്മുടെ കേടയെ കുത്തി മറിച്ചിടുകയാണ്. ആ സമയത്താണ് കേടയുടെ അച്ഛൻ താവോ ഒരു കുന്തെടുത്ത് അതിനെറിയുന്നത്. ആ സമയത്ത് തെറിച്ചു പോയ കേട അത് കാണിച്ചുകൊണ്ടാണല്ലോ പിന്നെ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് വന്നത്. സോ അവിടെ വെച്ച് തന്നെ ഇനി നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഇതുപോലെ ആ ഒരു കൊക്കയിലേക്ക് തെറിച്ച് വീണെങ്കിലും കേടയ്ക്ക് ആ ചെരുവിലായിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് അലറി വിളിച്ച് താവു അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ബാക്കിയുള്ള ആരും സമ്മതിക്കുന്നില്ല. എങ്ങനെ പോവാനാ? ഇറങ്ങുന്നത് ശരിക്കും ആത്മഹത്യക്ക് തുല്യമാണ്. ഇതിനിടയിൽ കേട പിടിച്ചിരിക്കുന്ന ആ ഒരു വള്ളി പൊട്ടി അവൻ ഈ ഒരു മലയുടെ നടുഭാഗത്തായിട്ട് ഒരു കല്ലുണ്ട്, ആ കല്ലിലേക്ക് ചെന്ന് വീഴുകയാണ്. ഒരു പ്രാന്തനെ പോലെ അവന്റെ അച്ഛൻ താവു ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ആരും അതിന് സമ്മതിക്കുന്നില്ല. നീ കിടന്ന് ഇങ്ങനെ പെടക്കില്ല, നിന്നെ കൊണ്ട് താഴേക്ക് പോകാൻ കഴിയില്ല. ഇത്രയും ഹൈറ്റിൽ അവൻ ആ ഒരു കല്ലിലേക്ക് ചെന്ന് വീണേ ഉറപ്പായിട്ടും അവൻ മരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ താവുവിനോട് ബാക്കിയുള്ള ആൾക്കാർ പറയാണ്. അങ്ങനെ ആകെ കരഞ്ഞ് അവനാകെ തളർന്ന് വീണു പോവാണ്. ഇതേ സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഒരച്ഛനായിട്ട് നിൽക്കല്ലേ, ഞങ്ങളുടെ തലവനായിട്ട് നീ നിൽക്ക്, ഞങ്ങളെ നയിക്ക്, വേറെ ആരെ ഞങ്ങൾക്കില്ല എന്ന് ആ ഒരു ഗോത്രവർഗം പറയാണ്. എന്തായാലും താഴെ ഒരുപാട് പോത്തുകൾ വീണ് ചത്തെടുക്കുന്നില്ലേ, ഇതിനെല്ലാത്തിനെയും മറുത്ത് ഇവർക്ക് ആവശ്യമുള്ള ഇറച്ചികൾ പങ്കിട്ടെടുക്കുകയാണ്. മാത്രമല്ല താവുവിന്റെ ഒരു കൂട്ടുകാരൻ അവരുടെ ആ ഒരു ഗോത്രം ഇവരുടെ കൂടെ ചേർന്നു എന്ന് പറയില്ലേ, അവർക്ക് ആവശ്യമുള്ള ആ ഒരു ഇറച്ചി എടുത്തിട്ട് അവർ പോവാണ്. പോകുന്നതിന് മുന്നേ പറയാണ് അധിക നേരം ഇവിടെ നിൽക്കണ്ട, കാലാവസ്ഥ ആകെ മാറാൻ പോവുകയാണ്, ഞങ്ങൾ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഇറച്ചി എടുത്ത് അവിടുന്ന് പോവാണ്. എന്തായാലും ആ ഒരു മലയുടെ മുകളിൽ തന്നെ താവും അദ്ദേഹത്തിന്റെ ആളുകളും ഇന്ന് അവിടെ നിൽക്കുകയാണ്. രാത്രിയായ സമയത്ത് തന്റെ മകൻ അവന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഈ താവു ആണെങ്കിൽ താഴേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് താഴേക്ക് എത്തിയിട്ടുമില്ല, മരിച്ചോ ഇല്ലയോ എന്ന് കൺഫേം ആയിട്ട് പറയാനും പറ്റുന്നില്ല. താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം നോക്കിയിട്ടും ആ കല്ലിനിടയിൽ പെട്ടെടുക്കുന്ന നമ്മുടെ കേട കണ്ണു തുറക്കുന്നില്ല. ഇപ്പൊ താവുവിന്റെ കൂട്ടുകാർ പറയണം, എടാ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവൻ മരിച്ചുപോയി, അത് നീ മനസ്സിലാക്കി. എന്തായാലും രാവിലെ ആയപ്പോൾ താവും അവന്റെ കൂടെയുള്ള ആളുകളും എല്ലാവരും കേടക്ക് വേണ്ടി ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കല്ല് അവിടെ വെച്ച് ഇവരവിടെ നിന്ന് പോവാണ്. കുറെ നേരം കഴിഞ്ഞു. ഏകദേശം ഒരു ഉച്ചയായ സമയത്ത് നമ്മുടെ കേട അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണല്ലോ. അവൻ മരിച്ചു എന്ന് കരുതിയ സമയത്ത് ഒരു കഴുകൻ അവനെ കൊത്തി വലിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആ ഒരു കൊത്തി വലിക്കുന്ന ആ ഒരു വേദന, ആ ഇളക്കം, ഇതൊക്കെ വന്നപ്പോൾ നമ്മുടെ കേട പെട്ടെന്ന് കണ്ണു തുറന്നു. മാത്രമല്ല ആ ഒരു കഴുകനെ പിടിച്ച് കല്ലിലേക്ക് വെച്ച് ഒരൊറ്റ അടി അടിച്ച് അതിനെ കൊന്നുകളയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ നിരങ്ങി അവൻ താഴേക്ക് നോക്കിയ സമയത്ത് അവൻ നിലത്തേക്ക് എത്തിയിട്ടില്ല. ഇനിയും താഴേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എടുത്തു ചാടി രക്ഷപ്പെടാൻ പറ്റില്ല. മുകളിലേക്ക് കയറാൻ നോക്കിയാൽ മുകളിലേക്ക് നല്ല ഹൈറ്റ് ആണ്. എന്ന് എങ്ങനെയൊക്കെയോ നിരങ്ങി പിടിച്ച് താഴേക്ക് പോകാം എന്നുള്ള ആ ഒരു ഇതില് അവനിങ്ങനെ ഓരോ സ്ഥലത്ത് പിടിച്ചു പോകുമ്പോൾ കൈ അങ്ങ് തെന്നി പോവാണ്. എന്തോ ഭാഗ്യത്തിന് ഒരു വിടവില് പിടുത്തം കിട്ടി. ആ ഒരു 4-5 വിരലുകൾ വെച്ച് അവനങ്ങനെ താങ്ങി നിൽക്കുകയാണ് കേട്ടോ. കൈക്കൊക്കെ നല്ല ആരോഗ്യം തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ ചെറിയ ഒരു പീസിൽ അവനങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. താഴോട്ട് പോകാനും പറ്റുന്നില്ല, മേലേക്ക് കയറാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവൻ ട്രാപ്പായി തന്നെ പറയാം. അങ്ങനെ നേരെ അങ്ങനെ പോവുകയാണ്. ഉച്ചയ്ക്കാണ് ഈ ഒരു പിടുത്തത്തിൽ അവൻ വന്നു നിന്നത്. ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരമായി, ഇരുട്ടാൻ തുടങ്ങി. അതേ നേരം തന്നെ നല്ല ഇടിമിന്നൽ, നല്ല കനത്ത മഴ ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് പെയ്യാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ശക്തിയായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് താഴത്തെ ആ ഒരു കൊക്ക പോലെയുള്ള സ്ഥലം ഉണ്ടല്ലോ
അതിനിടയിലൂടെ നല്ല ശക്തിയായിട്ട് നല്ല ഹൈറ്റിൽ വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. ഇത് തന്നെ അവസരം, ഇതല്ലാതെ മറ്റൊരു രക്ഷയില്ലാന്ന് മനസ്സിലായ കേട പിടുത്തം വിടുകയാണ്. അവൻ നേരെ ആ ഒരു വെള്ളത്തിലേക്ക് ചെന്നങ്ങ് വീഴുകയാണ്. രാത്രി മുഴുവനായിട്ടും ഇടിവെട്ടി കനത്ത മഴ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ആ ഒരു വെള്ളം മുഴുവൻ ഒഴുകി പോവുകയാണ്. നമ്മുടെ കേടയാണെങ്കിൽ ഒരു ചളി ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗത്ത് വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. രാവിലെ ആയപ്പോൾ അവൻ കണ്ണു തുറന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുകയാണ്. എന്നാൽ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. കാലാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഒടിഞ്ഞു കിടക്കുക. ഇതൊക്കെ എങ്ങനെ ശരിയാക്കണം എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ 2 കല്ലുകൾക്കിടയിൽ കാല് വെച്ച് അവനൊരൊറ്റ തിരിയാണ്. വേദന കാരണം അവനിപ്പോ അലറി ഒരൊറ്റ കരച്ചിലാണ്. പിന്നീട് ഒരു കമ്പെടുത്ത് അവന്റെ കാലിൽ വെച്ച് കെട്ടി എങ്ങനെയൊക്കെയോ അവനിപ്പോ വേച്ച് നടക്കുകയാണ്. വേദന ഉണ്ടെങ്കിലും നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വിധത്തില് അവൻ വന്ന് വീണ ഒരു മലയുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് തന്നെ അവൻ ചെന്ന് കയറുകയാണ്. എന്തിനാ? അവന്റെ കൂടെ വന്നവര് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കേട കാണുന്ന കാഴ്ച എന്താ? ഇതുപോലെ അവൻ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, കല്ലൊക്കെ വെച്ചിട്ട് അവരെല്ലാവരും പോയി. താൻ ഒറ്റയ്ക്കായിന്ന് കേടയ്ക്ക് മനസ്സിലായി. വീണ്ടും ആ ഒരു മല ഇറങ്ങി താഴേക്ക് വന്ന് താഴ്വാരത്തിലൂടെ അവനങ്ങനെ നടന്നു പോവാണ്. കുറച്ച് വേഗത്തിൽ പോവാണെങ്കിൽ അവരുടെ കൂട്ടക്കാരുടെ അടുത്തേക്ക് എത്താൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തില് ഇതിങ്ങനെ പോകെ അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാലിൽ നല്ല വേദനയുണ്ട്. അവനിപ്പോ കയ്യിൽ കിട്ടിയ ഈ പുഴുക്കള്, പ്രാണികള് ഇതിനൊക്കെ തിന്നാൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ കേട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവനെ നോക്കി കുറച്ചധികം ചെന്നായ്ക്കള് അവന് നേരെ വന്നുകൊണ്ടിരിക്കുക. ഭയന്നു പോയി കേട വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറാൻ നിൽക്കുക. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ചെന്നായ വന്നിട്ട് അവന്റെ കാലിൽ കടിച്ച് അവനെ താഴേക്ക് വലിച്ചിടാൻ നോക്കുന്നുണ്ട്. ഭയം കാരണമാണെങ്കിൽ കേട കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അതിന്റെ ആ ഒരു കാലിന്റെ ഭാഗത്തേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അത് കരഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് കേട മരത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. അങ്ങനെ കുറെ സമയം ഇപ്പൊ രാത്രിയായി. ചെന്നായ്ക്കള് മുഴുവൻ ആ വീണെടുക്കുന്ന ചെന്നായുടെ ചുറ്റുഭാഗം കുറച്ചു നേരം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേടയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇവറ്റകൾക്ക് കേടയെ കിട്ടിയതുമില്ല, കൂട്ടത്തിൽ ഒരുത്തൻ കുത്തേറ്റ് വീഴുകയും ചെയ്തു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവന്മാരൊക്കെ പോവുകയാണ്. ഇപ്പൊ രാത്രിയായിട്ട് കേട ആ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. നിന്ന് അവൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആ സമയത്തുള്ള ആ ഒരു വിഷ്വലൊക്കെ നോക്കി ആകാശൊക്കെ എത്ര മനോഹരമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെ എത്രയോ ദൂരെയായിട്ട് കാണുന്ന ആ ഗാലക്സികൾ, നക്ഷത്രങ്ങള്, നക്ഷത്ര കൂട്ടങ്ങള് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. എന്തായാലും രാവിലെ ആയി നോക്കുമ്പോൾ ആ ഒരു ചെന്നായ താഴെ തന്നെ കിടക്കുകയാണ്. കേട എങ്ങനെയൊക്കെയോ താഴേക്ക് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന കുന്തം വെച്ച് ആ ചെന്നായെ കൊല്ലാൻ നോക്കുമ്പോൾ അതിനവന് മനസ്സ് വരുന്നില്ല കേട്ടോ. അവന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ പതിയെ അതിന്റെ അടുത്ത് നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. അതേപോലെ ആ ചെന്നായെ അവൻ ഒരു കരുണയോടുകൂടെ നോക്കുകയാണ് കേട്ടോ. അവനെ പോലെ തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു ചെന്നായാണിത്. അതുകൊണ്ട് തന്നെ അതിനോട് പാവം തോന്നി അതിനെ രക്ഷപ്പെടുത്താനായിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ഇത് കടിക്കാൻ നോക്കുകയാണ് കേടയെ. അവനാകെ പേടിച്ചുപോയി. പിന്നെയും പതിയെ കേട അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ വായ ഒരു വള്ളി വെച്ച് കിട്ടുകയാണ്. എന്നിട്ട് അതിനെയും തോളത്തിട്ടുകൊണ്ട് അവൻ നടക്കാൻ തുടങ്ങി. നേരെ നടന്ന് പോകുമ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. ആ സമയത്ത് ബാക്കിയുള്ള ചെന്നായകൾ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏതെങ്കിലും ഒരു ഗുഹയുടെ ഉള്ളിൽ കയറിയേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു ഗുഹ കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ചെന്നായുമായിട്ട് അവൻ കയറിയിരിക്കുകയാണ്. മാത്രമല്ല അച്ഛൻ പറഞ്ഞു തന്ന ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തീ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ തീയൊന്നും ഉണ്ടാവുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് അവനങ്ങ് ഉറങ്ങിപ്പോവാണ്. പിറ്റേ ദിവസം രാവിലെയായി. പിന്നീട് ആ ഒരു ഗുഹയിലേക്ക് നോക്കുമ്പോൾ ഇതിനു മുന്നേ വേറെയും ആൾക്കാർ താമസിച്ച ഒരു ഗുഹയാണിതെന്ന് അവന് മനസ്സിലായി. അവർ പൂജിച്ച ചില ശില്പങ്ങൾ, അവരുപയോഗിച്ച വസ്തുക്കൾ ഇതൊക്കെ അവിടുന്ന് കിട്ടുകയാണ്. അപ്പൊ ഈ മരുന്ന് കരക്കുന്നത് പോലെയുള്ള ഒരു പാത്രം അവന് കിട്ടി. സോ അവൻ അറിയാവുന്ന മരുന്നുകളൊക്കെ വെച്ച് ഒരു മരുന്നുണ്ടാക്കി കാലിൽ പുരട്ടുകയാണ്. പിന്നീട് ആ തളികയിൽ തന്നെ കുറച്ച് വെള്ളവുമായിട്ട് കേട ആ ഒരു ചെന്നായുടെ അടുത്തേക്ക് എത്തുകയാണ്. തുടക്കത്തിലൊക്കെ ഭയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ചെന്നായാണെങ്കിൽ അവന്റെ മുഖത്ത് കിട്ടിയ ആ ഒരു കെട്ടൊക്കെ അവൻ അഴിച്ചു കളഞ്ഞു. എന്തായാലും ആ പാവത്തിന് ഒരു ഇച്ചിരി വെള്ളം നമ്മുടെ കേട അതേ പാത്രത്തിൽ കൊടുക്കുകയാണ്. അവൻ ആ ഒരു വെള്ളം കുടിച്ചു. പയ്യെ കേടക്ക് അതിനോടുള്ള ആ ഒരു ഭയം മാറുകയാണ്. അതിന്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നല്ലോ, അതിലൊക്കെ അവന് മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സമയം പോകും തോറും കേടയും ഈ ഒരു മൃഗവുമായിട്ട് നല്ലൊരു ബോണ്ട് വരാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഇനി ആ ഒരു ചെന്നായ എന്ന് പറയേണ്ട ഫിഗോ എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരല്ലോ, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. കുറെ മൺപുഴുക്കളെ കിട്ടുന്നുണ്ട്. അതെല്ലാം പെറുക്കിയിട്ട് അവൻ പതിയെ അത് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. മാത്രമല്ല അതിലൊരു ഇച്ചിരി ആ ഒരു ഫിഗോയ്ക്കും കൊടുക്കുകയാണ്. അവനും കഴിക്കുകയാണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു മുയലിനെ വേട്ടയാടി കൊണ്ടുവരുന്നു. അതിന്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ കുരിച്ചു വെച്ച് ഒരു ഇച്ചിരി തീ ഉണ്ടാക്കാൻ വേണ്ടി കേട നോക്കുകയാണ്. ഇതിനിടയിൽ ഫിഗോ വന്നിട്ട് ആ മുയലിനെ കടിച്ചെടുത്ത് തിന്നാൻ നോക്കുമ്പോൾ കേട അവന് ഓടിപ്പിക്കുകയാണ്. അവിടെ പോയി ഇരിക്കടാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അവൻ ആ ഒരു ഇറച്ചി കടിച്ചെടുക്കാൻ നോക്കിയ ദേഷ്യത്തില് കേട തന്നെ ആ ഇറച്ചി പച്ചക്ക് തിന്നാൻ നോക്കുകയാണ്. എന്നാൽ പറ്റുന്നില്ല. അവൻ വീണ്ടും തീ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവസാനം തീ ഉണ്ടായി. ആ തീയിൽ ചൂടാക്കിയിട്ട് ആ ഇറച്ചി അവൻ കഴിക്കുകയാണ്. മാത്രമല്ല ഒരു കഷ്ണം ഇപ്പൊ നമ്മുടെ ഫിഗോയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനിടയിൽ കേട ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്, ഡാ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. എന്തായാലും രണ്ടുപേരും ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് ആ ഒരു ഗുഹയുടെ മുൻഭാഗത്ത് വന്ന് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ്. നല്ല നിലാവുണ്ട്. ആകാശത്തിൽ ചന്ദ്രനെയും കാണാണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു ഫിഗോ ആണെങ്കിൽ അങ്ങനെ വെച്ച് കൂക്കുകയാണ്. അവന്റെ ആ ഒരു കൂക്കൽ ശബ്ദം കേട്ട് ബാക്കിയുള്ള ചെന്നായികളും മോളിയിടാൻ തുടങ്ങി. ഈ നേരത്ത് കേട ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ അവന്റെ അച്ഛൻ പച്ച കുത്തി കൊടുത്തില്ലേ, നക്ഷത്രത്തിന്റെ ഒരു ഷേപ്പ്, അങ്ങനെ ഒരെണ്ണം അവൻ കാണുകയാണ്. അപ്പൊ അവന് മനസ്സിലായി അത് ഏത് ദിശയിലാണുള്ളത്. ആ ഭാഗത്തേക്ക് നേരെ നടന്നാൽ അവൻ അവന്റെ ഗോത്രത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും, വീട്ടിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേട ആ ദിശയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഇപ്പൊ ഫിഗോയോട് പറയാണ്, ഞാനും നീയും ഒറ്റപ്പെട്ടു പോയതാണ്, നമുക്ക് എന്തായാലും നമ്മുടെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും, അവരുടെ അടുത്തേക്ക് പോകാനും പറ്റും. എന്തായാലും ഒരു വലിയ
യാത്രയ്ക്കായിട്ട് തന്നെ കേട തയ്യാറെടുക്കുകയാണ്. അതിനായിട്ട് ചില കാര്യങ്ങളും അവൻ റെഡിയാക്കുന്നുണ്ട്. കുറെ കമ്പും ചില്ലയും ഇതൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് കുന്തം, എന്തെങ്കിലും മൃഗങ്ങൾ വരികയാണെങ്കിൽ അതിനെ എറിഞ്ഞ് കൊല്ലാനായിട്ട്. അങ്ങനെ രണ്ടുപേരും കേടയും ഫിഗോ വാടാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറെ നേരം മുന്നോട്ടേക്ക് പോയി. അപ്പൊ കേടയ്ക്ക് മനസ്സിലായി ഫിഗോയെ ഇങ്ങനെ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇവന്റെ കൂട്ടക്കാരി മറ്റേ ഒരു ദിശയിലുണ്ടാവുക. അപ്പൊ നീ ആ ഒരു ദിശയിലേക്ക് പൊയ്ക്കോടാന്ന് പറഞ്ഞിട്ട് ഫിഗോയെ ഇങ്ങനെ തള്ളി വിടാൻ നോക്കുന്നുണ്ട്. എന്ന് എന്തൊക്കെ ചെയ്തിട്ടും കേടയുടെ അടുത്തുനിന്ന് ഫിഗോ പോകുന്നില്ല. അവൻ നടക്കുകയാണെങ്കിൽ കുറച്ച് പിന്നിലായിട്ട് അവൻ അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനൊന്ന് ഒഴിവാക്കാനായിട്ട് പിന്നീട് കേട ഒരു കമ്പ് വെച്ച് അവൻ എറിയാണ്. എന്ന് ഫിഗോ ചെയ്യുന്ന എന്താ വെച്ചാൽ ഓടി ചെന്ന് ആ ഒരു കമ്പ് കടിച്ചിട്ട് അത് നമ്മുടെ കേടക്ക് തന്നെ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പൊ അവന്റെ പിന്നിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ഫിഗോ പോകില്ല എന്ന് അവന് മനസ്സിലായി. എന്തായാലും രണ്ടുപേരും കൂടെ പിന്നീട് ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം. സന്ധ്യാസമയമായിട്ടുണ്ട്. ഇതേ നേരം തന്നെ ഒരു കൂട്ടം പന്നികളെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഫിഗോ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അതിലൊരെണ്ണത്തിനെ കേടയുടെ നേർക്ക് പറഞ്ഞേക്കാണ്. അതായത് ഓടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഒരു ആയുധം കൊടുത്തിട്ട് അതിനെ എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടി കേട നോക്കുന്നുണ്ടെങ്കിലും അവനാകെ പതറിപ്പോവാണ്. അവനതിനെ പിടിക്കാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് നിനക്ക് അതിനെ പിടിക്കാൻ പറ്റിയില്ലടാ പുല്ലേന്ന് പറഞ്ഞിട്ട് ഫിഗോ അവനൊരു നോട്ടം നോക്കുകയാണ്. ഞാൻ കറക്റ്റായിട്ട് ചെയ്തത്, നീയാ തെറ്റിച്ചത് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ. എന്തായാലും അന്ന് രാത്രി കഴിക്കാനായിട്ട് ഭക്ഷണമൊന്നുമില്ല. ഇവർ രണ്ടുപേരും നടന്ന് ഒരു തടാകത്തിനരികിലെത്തുകയാണ്. കുറച്ച് കമ്പഞ്ചിലെല്ലാം ശേഖരിച്ച് ഒരു മൂലയിലിട്ട് അത് ഇവർ കത്തിച്ചൊരു തീ ഉണ്ടാക്കിയിട്ട് അതിന്റെ അരികിൽ പോയിട്ട് കേട കെടുക്കുകയാണ്. അവന്റെ അരികിലേക്ക് ഇപ്പൊ നമ്മുടെ ഫിഗോയും വരികയാണ്. ഏയ് എന്റെ അടുത്തൊന്നും കെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പയ്യെ ഫിഗോയെ കേട തള്ളി വിടുകയാണ്. എന്നാൽ വീണ്ടും ഫിഗോ വരും, കേട തള്ളി വിടും. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ കേടയുടെ അടുത്ത് തന്നെ പറ്റിക്കെടുക്കുകയാണ് ഫിഗോ. അങ്ങനെ രാവിലെ ആയപ്പോൾ തന്നെ ആ ഒരു തീയെല്ലാം അണച്ചിട്ട് ഇവര് വേഗം അടുത്ത വേട്ടയ്ക്കായിട്ട് ഇറങ്ങാണ്. ഇപ്പൊ ഇവരൊരു മുയലിനെ കാണുകയാണ്. ഫിഗോ വേഗം തന്നെ അതിനിട്ട് ഓടിപ്പിച്ച് അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കേടക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കേട ആ ഒരു മുയലിനെ വേവിക്കാൻ നിൽക്കുമ്പോൾ വേഗം കൊണ്ടാ ഇതിനെ ഞാനാ പിടിച്ചത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഫിഗോ കേടയെ നോക്കുമ്പോൾ കേട പറയണ ഇതിനെ പിടിച്ചത് നീയായിരിക്കും, പക്ഷേ ഇത് തരണമെങ്കിൽ എന്റെ സമ്മതം വേണം, ഞാൻ തന്നാൽ മാത്രം നീ തിന്നാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് അതിനോട് സംസാരിച്ച് ആ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അതിനും കൊടുത്ത് രാത്രിയായപ്പോൾ കുറച്ചൊക്കെ വിറകും കൂട്ടി തീ ഉണ്ടാക്കിയിട്ട് വീണ്ടും വന്ന് കിടക്കുകയാണ്. ഇപ്പൊ ദാണ്ടെ കേടയുടെ അടുത്തേക്ക് വീണ്ടും ഫിഗോ വരുന്നുണ്ടേ. അപ്പൊ സ്ഥിരമായിട്ട് എന്താ ചെയ്യുക, കേട ഫിഗോയെ തള്ളി മാറ്റും. അതേ പരിപാടി തന്നെ ചെയ്യാണ്. എന്നാൽ രാവിലെ ആയി നോക്കുമ്പോൾ അവന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒട്ടിക്കിടക്കുന്നുണ്ടാവും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കേടക്ക് എന്താണെന്നറിയില്ല ഇതിനോടൊരു വല്ലാത്ത സ്നേഹം തോന്നുകയാണ്. ഒരു മൃഗത്തിന് ഇതുവരെയായിട്ടും അവൻ വളർത്തിയിട്ടില്ല. അവനെന്നല്ല അവന്റെ ഗോത്രത്തിൽ ആരും അങ്ങനെ വളർത്താറൊന്നുമില്ല. പക്ഷേ ഭയങ്കര സ്നേഹത്തില് അതിനൊന്ന് അടുപ്പിച്ച് വെച്ചു നോക്കുന്ന സമയത്ത് കേട്ടാ നാറ്റം, എന്താടാ നീ കുളിക്കില്ലൊന്നുമില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കേടയും വല്ലാതെ നാറുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് തന്നെ ഒരു തടാകം കണ്ടു. അങ്ങോട്ടേക്ക് ഓടി ചെന്ന് വസ്ത്രമെല്ലാം ഊരി വെച്ച് അവൻ വെള്ളത്തിലേക്ക് ചാടി കുളിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഫിഗോയോട് വെള്ളത്തിലേക്ക് ചാടാൻ പറയുമ്പോ ഞാൻ ചാടൂല, എനിക്ക് വെള്ളം അലർജിയാ. നീ കുളിക്കൂലല്ലടാന്ന് പറഞ്ഞിട്ട് കേട് വന്നിട്ട് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് വലിച്ചിടുകയാണ്. കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല. ശിവനെ ഇത് ഏത് ജില്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിൽ മുങ്ങി കളിച്ച അവസാനം നമ്മുടെ ഫിഗോയും നീന്താൻ പഠിക്കുകയാണ്. ഒരു വിധത്തിൽ കുളിച്ച് വൃത്തിയായിട്ട് കരയിലേക്ക് വന്നിട്ട് അവനൊരു കുടയിലാണ് പറഞ്ഞിട്ട് വെള്ളം തൊടാത്തയാ, ഇനിയിപ്പോ ജലദോഷം പിടിക്കും എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഫിഗോ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദാണ്ടെ നല്ല മുഴുത്തൊരു മീന്. നിന്നെ ഞാൻ ഇപ്പൊ പിടിക്കാടാന്ന് പറഞ്ഞിട്ട് കൈയിട്ട് ഒരൊറ്റ അടിയാണ്. എളുപ്പത്തിൽ തന്നെ ഫിഗോ ആ ഒരു മീനിനെ പിടിക്കുകയാണ്. എന്തായാലും രണ്ടുപേരും ആ ഒരു മീനിനൊക്കെ വേവിച്ച് അത്യാവശ്യം നല്ല ഉഷാറായിട്ട് അവർ വീണ്ടും അവരുടെ ആ ഒരു യാത്ര ആരംഭിക്കുകയാണ്. എന്നാൽ ഇവിടെ വില്ലനായിട്ട് വേറൊരാൾ കൂടെ വരുന്നുണ്ട്. ആരാന്നറിയോ? തണുപ്പ്. നല്ല രീതിയിൽ തണുപ്പ് മാറുന്നുണ്ട്, ശക്തമായ തണുപ്പ്. വെള്ളമൊക്കെ ഫ്രീസ് ആയിട്ട് കട്ട പിടിച്ച് നിൽക്കുകയാണ് പല ഭാഗത്തും. സോ ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും യാത്ര നിർത്തുന്നൊന്നുമില്ല. ഫിഗോയും കൂട്ടി കേട മുന്നോട്ടേക്ക് തന്നെ പോകുന്ന വഴിയിൽ നല്ലൊരു കാട്ടുപന്നിയെ കാണുകയാണ്. രണ്ടുപേരും കഷ്ടപ്പെട്ട് അതിനെ വേട്ടയാടി പിടിക്കുകയാണ്. രാത്രിയായപ്പോൾ ഒരു ഭാഗത്ത് തീയെല്ലാം കൂട്ടിയിട്ട് അതിനെ വേവിച്ച് ഇവര് കഴിക്കാൻ നിൽക്കുമ്പോൾ കുറേയധികം ചെന്നായ്ക്കൾ ഇവരെ ചുറ്റും വളയാണ്. എന്നാൽ നമ്മുടെ കേടയെ വേട്ടയാടാനല്ല ആ ചെന്നായ്ക്കൾ വന്നത്. അതിലൊരു കറുത്ത ചെന്നായി വന്നിട്ട് നമ്മുടെ ഫിഗോയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഫിഗോയും പതുക്കെ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ മുഖത്തോട് മുഖമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ തന്നെ കേടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഫിഗോയുടെ കൂട്ടത്തിൽപ്പെട്ട ബാക്കിയുള്ള ചെന്നായ്ക്കളാണിത്. അവനെ കൂട്ടാനായിട്ട് അവനെ തേടി വന്നതാണ്. എന്തായാലും കേട് പറയാണ്, നീ അവരുടെ കൂടെ പോയിക്കോ, നീയെങ്കിലും കൂട്ടക്കാരുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ കേട ഫിഗോയെ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞയക്കുകയാണ്. പക്ഷെ എന്തോ ഫിഗോ പോയി കഴിഞ്ഞപ്പോ കേടയ്ക്ക് വല്ലാത്തൊരു ഏകാന്തത ഫീൽ ആകുവാണ്. ആ ഒരു മഞ്ഞ് നിറഞ്ഞ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ മാനസികമായിട്ട് അവനത് ബാധിക്കുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. നല്ല തണുത്ത കാറ്റുണ്ട്. എന്തായാലും അതിലൂടെ അവൻ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. അതായത് ദേഹത്തെല്ലാം സൂചി കുത്തി കയറ്റുന്നത് പോലെയുള്ള ഒരു വേദന അവനുണ്ടായിരുന്നു. ഇതിനെല്ലാം താണ്ടി വലിയ കാറ്റൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് പോയിട്ട് അന്ന് രാത്രി അവൻ അവിടെ കൂടുകയാണ്. വിറകെല്ലാം കത്തിച്ച് അതിന്റെ ആ ഒരു ചൂടിൽ അവൻ ചുരുണ്ടുകൂടി കിടക്കുന്ന സമയത്ത് ഇന്ന് അവന്റെ അടുത്തേക്ക് വരാനായിട്ട് ഫിഗോ ഇല്ല. അവന് വല്ലാതെ ഫിഗോയെ മിസ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര ഒരു ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ഒരാളുണ്ടായെന്ന് വിചാരിക്കുക. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ തീർന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആള് നിങ്ങളുടെ അരികിൽ നിന്ന് പോവുകയാണെങ്കിൽ എത്രത്തോളം മാനസികമായിട്ടും മനസ്സിനെ നിങ്ങളത് വേദനിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അതേ രീതിയിൽ തന്നെ കേടയെ മാനസികമായിട്ട് ഈ ഒരു കാര്യം ബാധിക്കുകയാണ്. അതായത് ഫിഗോ പോയി കഴിഞ്ഞ പിന്നെ അവനെ വല്ലാതെ കേടയ്ക്ക് മിസ്സാവുകയാണ്. ഇപ്പൊ കേടയുടെ അച്ഛൻ അതായത് താവുവിന്റെ കൂട്ടരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് താവു മകൻ മരിച്ചു എന്നുള്ള കാര്യം റൂവിനോട് പറയുന്നത്. റൂ ആണെങ്കിലോ ഒരുപാട് വിഷമിച്ച കരയാണ്. മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ആ സത്യം
യാഥാർത്ഥ്യം ഇവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ വിഷമത്തിൽ തന്നെ അവരവിടെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കേടയെ നോക്കുകയാണെങ്കിലോ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നക്ഷത്രത്തിന്റെ ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് നേരെ ആ ദിശയിലേക്ക് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയത്ത് നല്ല മഞ്ഞുകാറ്റ് വീശുകയാണ്. വ്യക്തമായിട്ട് മുന്നിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അവ്യക്തമായിട്ട് കുറച്ചധികം ചെന്നായ്ക്കള് ഏതോ ഒരു മൃഗത്തിനെ വേട്ടയാടി അതിനെ കഴിക്കുന്നത് കേട കാണുകയാണ്. ആ കൂട്ടത്തിൽ ഫിഗോ ഉണ്ടോ എന്ന് കരുതിയിട്ട് അവൻ അങ്ങോട്ടേക്ക് വേഗത്തിൽ ഓടിപ്പോവാണ്. എന്നാൽ ഇതിലൂടെ ഓടുന്ന സമയത്ത് കേട ഒരു കാര്യം മനസ്സിലാക്കിയില്ല. അതെന്താണെന്നോ, അവനിപ്പോ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലം അതൊരു നദിയായിരുന്നു. അതിന്റെ മുകൾ ഭാഗം മാത്രമേ ഇതുപോലെ ഐസായി കിടക്കുന്നുള്ളൂ. അവൻ ഓടുന്ന ആ ഒരു വേഗത്തിൽ അവന്റെ കാല് ഐസിനെ തകർത്ത് അവൻ ഒറ്റ വീഴ്ചയാണ് വെള്ളത്തിനടിയിലേക്ക്. ഇതിലൂടെയാണ് അവൻ വന്ന് വീണത്. അതിലൂടെയൊന്നും അവന് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആ ഒരു ഐസ് ഉറച്ചു പോയിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവൻ ആ ഒരു ഐസ് കുത്തി പൊട്ടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇതേ സമയത്തിന് ഐസിന്റെ മുകളിലായിട്ട് അവൻ സംശയം തോന്നി ഇങ്ങോട്ട് വന്നില്ലേ ആ ചെന്നായികളുടെ അടുത്തേക്ക്. സത്യത്തിൽ ആ കൂട്ടത്തിൽ നമ്മുടെ ഫിഗോ ഉണ്ടായിരുന്നു. വെള്ളത്തിനടിയിലേക്ക് വീണുപോയ നമ്മുടെ കേടയെ ഫിഗോ കാണുകയാണ്. ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒരു മൃഗത്തിന് എങ്ങനെ ഈ ഐസ് തകർക്കാൻ കഴിയും? ഇതിനടിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ ഫിഗോ എങ്ങനെയൊക്കെയോ കുത്തി കുത്തി കത്തി കൊണ്ട് അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ അവന്റെ ആ ഒരു കൈ പുറത്തേക്ക് ഇടുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫിഗോ ആണെങ്കിലോ അവന്റെ കയ്യിൽ ആ ഒരു വസ്ത്രത്തിൽ കട്ടിച്ച് പിടിച്ച് അവന് വലിച്ച് അവസാനം ഐസിന്റെ പുറത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും നമ്മുടെ കേടയാണെങ്കിലോ ആ ഒരു വെള്ളത്തിൽ കിടന്ന് താണുത്ത് മരവിച്ച് കിടന്ന് വിറക്കായിരുന്നു. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ കമ്പും കൊള്ളിയും ഇതെല്ലാം കൂട്ടിയിട്ട് തീ ഉണ്ടാക്കിയിട്ട് അവന്റെ ആ ഒരു വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റിയിട്ട് അതൊക്കെ നല്ല തണുത്ത അവസ്ഥയിലായിരിക്കുമല്ലോ. എന്തായാലും ഒരു ഇച്ചിരി വസ്ത്രം മാത്രം ഇട്ട് അവൻ ആ ഒരു തണുപ്പത്ത് കിടക്കുകയാണ്. അവന്റെ തൊട്ടരികിൽ വന്നിട്ട് നമ്മുടെ ഫിഗോയും കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു വസ്ത്രമൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിഗോയും കൂട്ടിക്കൊണ്ട് അവൻ മുന്നോട്ടേക്ക് പോവാണ്. അതായത് ഫിഗോ നമ്മുടെ കേടയെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഇവൻ ഒറ്റയ്ക്കാണ്. ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എവിടെയെങ്കിലും പോയിട്ട് ഇവന് ചത്തു മലിക്കും. അതുകൊണ്ട് ചെറുക്കനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഒരു ഗാർഡിയനെ പോലെ തന്നെ ഫിഗോ ഇവന്റെ പിന്നാലെ പോവാണ്. എന്തായാലേ ആ ഒരു മൃഗത്തിന്റെ സ്നേഹം ഒന്ന് നോക്കിയേ. അങ്ങനെ ശക്തമായ ഈ തണുപ്പിലൂടെ ആ കാറ്റിലൂടെ ഇവര് നടക്കുന്ന സമയത്ത് ഒരു ടെന്റ് കാണുകയാണ്. കണ്ട സമയത്ത് തന്നെ കേടയ്ക്ക് എന്തോ ഒരു വലിയ സന്തോഷം തോന്നുക. അതിന്റെ മുന്നിലായിട്ട് തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവന് ഓടി ചെന്നിട്ട് അയാളെ നോക്കുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്. ഇയാളെ വിളിക്കാൻ നോക്കുമ്പോൾ ഇയാൾ അനങ്ങുന്നില്ല. ഒരു പ്രതിമയെ പോലെ തന്നെ ഇയാൾ അങ്ങനെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ ഇത്രയും കഠിനമായ ഈ ഒരു തണുപ്പ് കാരണം അയാൾ ഇരുന്ന് ഫ്രീസ് ആയിട്ട് ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ദിവസമായിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ തണുപ്പുള്ളത് കൊണ്ട് ഇയാളുടെ ശരീരം ദ്രവിക്കാതെ നശിക്കാതെ അങ്ങനെ കിടക്കുകയാണ്. ഇയാൾ മരിച്ചതാണ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ കേടയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അവൻ വേഗം തന്നെ ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ കയറി നോക്കുന്നുണ്ട്. അവന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വസ്തു ഒന്നും അതിന്റെ ഉള്ളിലില്ല. കഴിക്കാൻ ഭക്ഷണം ഒന്നുമില്ല. ആകെ നിരാശനായിട്ട് കേട അങ്ങനെ ഇരിക്കുമ്പോൾ ഫിഗോ അടുത്തേക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലടാ ഞാൻ കൂടെയില്ലേ എന്ന രീതിയിൽ അവന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, മുന്നോട്ടേക്ക് പോവന്നെ. എന്നാൽ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു അമ്പുണ്ടായിരുന്നു. ആ അമ്പും വില്ലും ഇപ്പൊ കേട്ടെടുക്കാണ്. നിങ്ങൾ എന്തായാലും മരിച്ചില്ലേ, ഇനി ഞാൻ ഇത് ഉപയോഗിച്ചോട്ടെ എന്ന് സമ്മതം ചോദിച്ചുകൊണ്ടാണ് കേട ആ ആയുധം എടുക്കുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് തണുപ്പുകാലം അത് അതിൻ്റെതായ ആ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുകയാണ്. ശക്തമായിട്ടുള്ള തണുത്ത ആ ഒരു കൊടുങ്കാറ്റ് മുന്നിലേക്കുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് കേടയുടെയും ഫിഗോയുടെയും പിന്നാലെ വേറെ ചില ചെന്നായി കൂട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ നമ്മുടെ കേടയെ കൊന്ന് അവനെ തിന്നലാണ്. അതുകൊണ്ട് അവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ചുകൂടെ നല്ല കാറ്റുള്ള ഭാഗത്തേക്ക് രണ്ടുപേരും പോവാണ്. എന്നാലോ വീണ്ടും ചെന്നായികൾ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഓടുകയാണ്. ഓടുന്ന വഴിക്ക് ഒരു ഗുഹ പോലെ എന്തോന്ന് കാണുകയാണ്. ഇതിന്റെ ആ ഒരു വാതിലിലെ ഐസും കാര്യങ്ങളൊക്കെ തകർത്ത് ഇതിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും ചെന്ന് കയറുകയാണ്. നോക്കുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗുഹ തന്നെ. ഇതിന്റെ ഉള്ളിലേക്ക് ആ ഒരു ചെന്നായികൾക്ക് വരാനും പറ്റുന്നില്ല. ഓ രക്ഷപ്പെട്ടു, സേഫ് ആയി എന്ന് കരുതി കേട നിൽക്കുമ്പോൾ ദാണ്ട് കേൾക്കുന്ന ഒരു അലർച്ച, ഒരുമാതിരി ഭയങ്കര ബാസുള്ള ഒരു ഗർറ ശബ്ദം. കേട്ടവാടിന് നമ്മുടെ കേടയുടെ കയ്യും കാലും കിടന്ന് വരച്ചു പോവാണ്. നോക്കുമ്പോൾ എന്താ ഒരു കരിമ്പുലി. ഇതിനെ നേരിട്ട് കണ്ട സമയത്ത് കേടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വരെ കഴിയുന്നില്ല. അങ്ങനെ പേടിച്ചു പോയി. അവൻ പിന്നിലേക്ക് വലിയാണ്. എന്നാൽ നമ്മുടെ ഫിഗോയാണെങ്കിലോ അവന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. എന്റെ നെഞ്ച് ചവിട്ടിയിട്ടാണ് എന്റെ ചെറുകനെ തൊടാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഭാവത്തിൽ കരിമ്പുലി പതിയെ മുന്നോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ ആഹാ നീ വന്ന ഞാനും വരുവട എന്ന ഭാവത്തിൽ നമ്മുടെ ഫിഗോയും. ഇപ്പൊ കേടയുടെ നേരെ ആ ഒരു കരിമ്പുലി ചാടി വീഴാൻ നോക്കുമ്പോൾ ഫിഗോ ഇതിനെ മറിച്ചിട്ട് അതിനെ ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. രണ്ട് മൃഗമാണെങ്കിലും രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നും ഒരു കരിമ്പുലി ഭയങ്കര ശക്തമായ ശരീരവും വേട്ടയാടാനായിട്ടുള്ള നഖങ്ങളും കയ്യും എല്ലാം അതിനുണ്ട്. അതിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മുടെ ഫിഗോ. രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫിഗോ ദുർബലനാണ്, പാവം. എന്നിട്ട് അതിന്റെ ആ ഒരു ശൗര്യം കണ്ടില്ലേ, ഇതിന് നേരെ ചാടി വീണ് ഇതിനെ തിരിച്ചാക്രമിക്കുകയാണ്. കരിമ്പുലിയാണെങ്കിലും അതിന്റെ ആ ഒരു നഖം വെച്ച് പാവം നമ്മുടെ ഫിഗോയുടെ കഴുത്തിനിട്ട് തന്നെ ഒരൊറ്റ വീശലാണ്. തെറിച്ച് വീഴുന്നുണ്ടെങ്കിലും ഫിഗോ വീണ്ടും ചാടി എഴുന്നേൽക്കാണ്. എന്നെ കൊന്നിട്ട് എന്റെ ചെറുകിനെ തൊടാൻ പറ്റുള്ളൂടാ ആ ഭാവത്തിൽ തന്നെ. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കരിമ്പുലി അവൻ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ സമയം നോക്കി കേട നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അമ്പെടുത്ത് ഒരൊറ്റ വിടലാണ്. ഒരൊറ്റ അമ്പിൽ തന്നെ ആ ഒരു കരിമ്പുലി ചത്ത് മലയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം കേട ഓടിച്ചെന്ന് ഫിഗോയെ നോക്കുന്ന സമയത്ത് ഫിഗോ ആകെ കുഴഞ്ഞു വീണ് പോയിട്ടുണ്ട്. അവന്റെ കാലിന്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല മുറി, കഴുത്തിന്റെ ഭാഗത്തായിട്ട് നല്ല മുറിയുണ്ട്. രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പറ്റുന്ന രീതിയിലൊക്കെ ആ രക്തത്തിനെ നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. മാത്രമല്ല കഴിക്കാനായിട്ട് എന്തെങ്കിലും ഭക്ഷണം വേണ്ടേ. ഇവരിപ്പോ കൊന്ന ആ ഒരു കരിമ്പുലിയെ അതിനെ
ഉടനെ തന്നെ മുറിച്ചെടുത്ത് കഴിക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇറച്ചി തിന്നാൻ പറ്റുന്നില്ല. കഴിക്കുമ്പോഴേക്ക് മോക്കാനും വരികയാണ്. എന്തായാലും കഴിക്കാതെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഫിഗോ ഒന്ന് ഉഷാറായിട്ടുണ്ട്. അവനെയും കൂട്ടി വീണ്ടും ആ ഒരു മഞ്ഞിലൂടെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ വേട്ടക്കാരൊക്കെ വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാനായിട്ട് കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ ഒരെണ്ണം അവൻ കാണുകയാണ്. അതിനർത്ഥം കേട വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴി അത് ശരിയായ വഴി തന്നെയാ. എന്തായാലും ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് ഇവർ പോവാണ്. പോകെ കേടയുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിക്കുകയാണ്. ശരീരം മെലിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഗോ അവന്റെ വേഗതയും കുറയുന്നുണ്ട്. ഇതിനിടയിലെ കേട ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അതായത് ശക്തമായി ഈ തണുപ്പ് കാരണം അവന്റെ ഉൾഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ടാ തോന്നുന്നു ഇങ്ങനെ ഛർദ്ദിക്കുന്നത്. രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വിശ്രമിച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. എന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ഫിഗോ ആ ഒരു കരിമ്പുലിയുടെ ആക്രമണത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായില്ലേ, അവനെ കൊണ്ട് ഇനി ഒരു അടി മുന്നോട്ടേക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ. ആ പാവം മൃഗം ഇങ്ങനെ കിടന്ന് വേദന അനുഭവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ കേട ഒരു തീരുമാനം എടുക്കുകയാണ്. അവന്റെ കയ്യിലെ കത്തി എടുത്തുകൊണ്ട് അതിനങ്ങ് കൊന്നുകളയാന്ന്. അങ്ങനെ ആ മൃഗത്തിന്റെ കണ്ണിലേക്ക് ദയനീയമായിട്ട് നോക്കിയിട്ട് ആ കത്തി എടുത്ത് അതിന്റെ കഴുത്തിൽ വെക്കാൻ നോക്കുകയാണ് അവൻ. എന്നാൽ ആ ഒരു ബുദ്ധിമോശം നമ്മുടെ കേട കാണിച്ചില്ല കേട്ടോ. അവൻ എന്താ ചെയ്തത്, കത്തി എടുത്ത് അരയിൽ തന്നെ വെച്ചിട്ട് ഫിഗോയെ എടുത്ത് തോളത്തിടുകയാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലടാ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിന്നെ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഫിഗോയെ എടുത്ത് തോളത്തങ്ങ് വെക്കുകയാണ്. എന്നിട്ട് ആ തണുപ്പത്ത് നടക്കാൻ വരെ കേടക്ക് പറ്റുന്നില്ല. എന്നിട്ടാണ് ഫിഗോയെ എടുത്ത് നടക്കുന്നത്. ചില സമയത്തൊന്നും ഒരടി മുന്നോട്ടേക്ക് വെക്കാൻ പറ്റില്ല, തളർന്ന് വീടുപോ. ആ സമയത്ത് ഫിഗോയെ നിലത്ത് കിടത്തിയിട്ട് അവനും അവിടെ കിടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇച്ചിരി ജീവൻ വരുമ്പോൾ വീണ്ടും ഫിഗോയെ എടുത്തുകൊണ്ട് അവൻ നടക്കാൻ തുടങ്ങും. അവരുടെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിൽ ഇന്ന് വരെ അവൻ അനുഭവിക്കാത്ത അത്രയും ഹാർഡായിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഇവിടെ സീൻ കെട്ടായി ഇപ്പൊ കേടയുടെ അച്ഛനായിട്ടുള്ള താവു രണ്ടുപേരും അവരുടെ ആ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തോ ഒരു കാഴ്ച കാണുകയാണ്. മഞ്ഞുകൾക്കിടയിൽ എന്തോ ഒന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് താവു അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെന്നായി തോളത്തിട്ടുകൊണ്ട് ആരൊരാൾ വരുന്നുണ്ട്. മെലിഞ്ഞുണങ്ങിയ ശരീരവുമായിട്ട്. താവു സൂക്ഷിച്ചു നോക്കിയപ്പോ മകനായിട്ടുള്ള കേടയാണ്. റൂവിനെ വിളിക്കാണ്. റൂ ഓടിവാ, ആരാ വരുന്നേ നോക്ക്. രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോ ഞെട്ടിപ്പോയി. കാരണം മരിച്ചെന്ന് കരുതിയ കേടയാണ് വരുന്നത്. സന്തോഷം കൊണ്ട് രണ്ടുപേരും കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അങ്ങനെ കേടയെ ഇവര് വേഗം തന്നെ അവരുടെ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. മാത്രല്ല കേട കൊണ്ടുവന്ന ആ ഒരു ഫിഗോയും തണുപ്പ് കാരണം രണ്ടുപേരുടെ ശരീരം ആകെ തണുത്ത് ഉറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീ കൂട്ടി അതിനടുത്ത് കെടുത്തുകയാണ്. ഇതിനുശേഷം ആകെ ക്ഷീണിച്ചു പോയ നമ്മുടെ കേടയുടെ ആരോഗ്യം വീണ്ടും കിട്ടാനായിട്ട് ചില ചികിത്സയെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ ഒരു വൈദ്യുതി നോക്കുമ്പോൾ നമ്മുടെ ചെന്നായി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു വാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് അതിന് സംഭവിക്കുന്നുണ്ട്. പതിയെ വൈദ്യുതി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അത് പ്രസവിക്കുകയാണ് ഒരു കുഞ്ഞിനെ. ഇത് കണ്ടപ്പോ നമ്മുടെ കേട ആകെ ഞെട്ടിപ്പോവാണ്. ഇവൻ ഫിഗോ അല്ലായിരുന്നു, ഫിഗിയായിരുന്നു. നോക്കുമ്പോ എന്താ വരിയായിട്ട് ഒരു 4-5 അവള് പ്രസവിച്ചിടുകയാണ്. എങ്ങനെയൊക്കെയോ നിരങ്ങി കേട ഈ ഫിഗോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എടയല്ലേ നീ എടിയായിരുന്നല്ലേ, വയറ്റിൽ ഈ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണോ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് എന്റെ കൂടെ വന്നത്, ആ കരിമ്പുലിയോട് നീ ഫൈറ്റ് ചെയ്തത്. എന്തോ വല്ലാത്തൊരു സ്നേഹം തന്നെ കേടക്ക് ഇപ്പൊ ഫിഗോയോട് തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല കേട്ടോ. കേടയും നല്ല ആരോഗ്യവാനായിട്ടുണ്ട്, ഫിഗോ ഇപ്പൊ നല്ല ആരോഗ്യവാനാ. സോറി, ഫിഗോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഫിഗി എന്ന് പറയാം. കൂടെ തന്നെ ഒരു 4-5 പിള്ളേരും ഉണ്ട്. നമ്മുടെ കേടയാണെങ്കിൽ എല്ലാത്തിനെയും നല്ല രീതിയിൽ നോക്കാണ്. അവറ്റകളെ കൊഞ്ചിക്കുകയാണ്. ഫിഗിയുടെ മക്കളല്ലേ, ആ സ്നേഹം കേടക്ക് കാണാതിരിക്കോ. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് വീണ്ടും മറ്റൊരു വേട്ടക്കാലമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വേട്ടക്കാരും തയ്യാറായിട്ട് അവരുടെ അടുത്ത വേട്ടയ്ക്കായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇത്തവണ അവരുടെ കൂടെ അവരുടെ ആയുധങ്ങൾ മാത്രമായിരുന്നില്ല. നമ്മുടെ ഫിഗിയും അവരുടെ ആ ഒരു 4-5 കുഞ്ഞുങ്ങളുണ്ടല്ലോ, എല്ലാം നല്ല വളർന്ന നല്ല കൂട്ടാപ്പമാരായിട്ടുണ്ട്. ഇവന്മാരുമായിട്ടാണ് ഇനി വേട്ടയ്ക്ക് പോകുന്നത്. സോ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരെയാണ്. എന്തൊരു അടിപൊളി ക്ലൈമാക്സ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും എങ്ങനെയാണ് മനുഷ്യർ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത് അത് കാണിച്ചു തന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? അഡ്വഞ്ചർ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇമോഷൻ ഉണ്ട്, എല്ലാം ഈ ഒരു കഥയിലുണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. മൂവിയുടെ പേര് ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആൽഫ എന്നാണ്. ഓക്കെ, എന്തായാലും അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.